PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ജൂൺ 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ സംഗീത നാടക അക്കാദമി അവാർഡുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മൃദംഗവാദന രംഗത്തെ ആചാര്യൻ പ്രൊഫസർ പാറശാല രവി, നാടക സംവിധായകൻ TM എബ്രഹാം, മോഹിനിയാട്ടം കലാകാരി കലാവിജയൻ എന്നിവർക്ക് 50,000 രൂപയുടെ ഫെലോഷിപ്പ് സമ്മാനിക്കും. 30,000 രൂപയുടേതാണ് മറ്റു പുരസ്കാരങ്ങൾ. 17 പേർ കലാപ്രതിഭാ പുരസ്കാരത്തിനും 22 പേർ ഗുരുപൂജ പുരസ്കാരത്തിനും അർഹരായി. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞ ആചാര്യൻ പ്രൊഫസർ പാറശാല രവി, അതുപോലെ TM എബ്രഹാം, അതുപോലെ കലാവിജയൻ എന്നിവരെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള അടുത്ത പുരസ്കാരമുണ്ട്. കലാപ്രതിഭാ പുരസ്കാരം നേടിയവരെ ജസ്റ്റ് ഒന്ന് ഞാൻ പേര് വായിക്കാം. ഇത് കാണാതെ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങളിത് റിപ്പീറ്റ് അടിച്ച് ജസ്റ്റ് 1-2 വട്ടം കേൾക്കുക. ഇതിൽ നിന്ന് വരുമെന്ന് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ചോദിച്ചാൽ തന്നെ ഫെലോഷിപ്പ് ആയിരിക്കും ചോദിക്കുക. എന്നാലും നിങ്ങൾ ജസ്റ്റ് കേട്ട് മനസ്സിലാക്കുക. കാണാതെ പഠിക്കുന്നത് പ്രയാസമായിരിക്കും. എന്തായാലും ഞാൻ അവരുടെ പേര് വായിക്കാം. കലാപ്രതിഭാ പുരസ്കാരം നേടിയവരാണ്: ശരത്ത് ശാസ്ത്രീയ സംഗീതത്തിനാണ്, N സമ്പത്ത് വയലിനില്, തിരുവല്ല രാധാകൃഷ്ണൻ ചെണ്ടയില്, പാഞ്ഞാൾ വേലുക്കുട്ടി ഇലത്താളം, പന്തളം ബാലൻ ലളിത സംഗീതം ആലാപനത്തിന്, നിസ അസീസി ഗായികയാണ്, സംഗീത സംവിധായികയാണ്. അതുപോലെ ശശി നീലേശ്വരം, ബാബു ആലുവ, പയ്യന്നൂർ മുരളി, രത്നാകരൻ കോഴിക്കോട് നാടകത്തിന്, കോട്ടയം രമേശ് നടനാണ്, തൃശൂർ കൃഷ്ണകുമാർ ഇടയ്ക്ക, കരിവള്ളൂർ രത്നകുമാർ ഓട്ടൻതുള്ളല്, കലാമണ്ഡലം കൃഷ്ണകുമാർ കഥകളി വേഷത്തിന്, സിത്താര ബാലകൃഷ്ണൻ മോഹിനിയാട്ടത്തിന്, ഡോക്ടർ സുമിത നായർ ഭരതനാട്യത്തിന്, കൈതാരം വിനോദ് കുമാർ കഥാപ്രസംഗത്തിന്. അപ്പൊ ഇത്രയും പേർക്കാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കലാപ്രതിഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത നോക്കുക, ഗുരുപൂജ പുരസ്കാരം നേടിയവരാണ്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അത് ആദ്യത്തേത് പ്രൊഫസർ തൃക്കാരിയൂർ രാജലക്ഷ്മി ശാസ്ത്രീയ സംഗീതമാണ്, ഓച്ചിറ ഭാസ്കരൻ തവില്, പരത്തുള്ളി രവീന്ദ്രൻ ഗാനരചനയ്ക്ക്, കണ്ണൂർ ബാലകൃഷ്ണൻ നൃത്തം, മരുത്തോർവട്ടം ബാബു, P സോമനാഥൻ നാഗസ്വരം, കൊല്ലം സിറാജിന് മിമിക്രിയില്, MM സൈഫുദ്ദീന് ഗിറ്റാറില്, ശശിധരൻ കോട്ടയ്ക്കൽ കഥകളി കലാകാരനാണ്. അതുപോലെ കേശവൻ കുണ്ടലയാറ് അതുപോലെ കഥകളി വേഷത്തിനാണ്. അതുപോലെ പ്രതാപ് സിംഗ് സംഗീത സംവിധായകനാണ്, N ശ്രീകാന്ത് ഗായകനാണ്, ഞെക്കാട് ശശി കഥാപ്രസംഗത്തിന്, അഭയൻ കലവൂര്, പയ്യന്നൂർ ഉണ്ണികൃഷ്ണൻ, ഭരതന്നൂർ ശാന്ത, പൗർണമി ശങ്കർ, അമ്മിണി V ചന്ദ്രാലയം, പറവൂർ അംബുജാക്ഷൻ, യവനിക ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് നാടകത്തിന്. അതുപോലെ അഞ്ചൽ ശിവാനന്ദൻ കേരള നടനം, ഹംസ വളാഞ്ചേരി ഹാർമോണിയം, ബക്കം ബോബൻ നൃത്തനാടകം എന്നിവർക്കാണ്. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്യുക, എത്ര പേരുണ്ടെന്നുള്ളത് എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന രുദ്ര M2 മിസൈൽ ഒറീസ തീരത്ത് നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ഈ രുദ്ര M2 എന്നുള്ളൊരു പേര് നിങ്ങൾ ഈ നിങ്ങളുടെ മിസൈലിലേക്ക് നോക്കാണ്ട. രുദ്ര M2 ഇത് മനസ്സിലേക്ക് പതിപ്പിക്കുക. രുദ്ര M2 ഇത് എന്താണ് സാധനം, അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊരു മിസൈൽ അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? വായുവിൽ നിന്ന് കരയിലേക്കാണ്. എയർ ടു സർഫസ് വായുവിൽ നിന്ന് കരയിലേക്കാണ് ഇത് തൊടുക്കാൻ പറ്റുന്നത്. വായുവിൽ നിന്ന് കരയിലേക്ക് എയർ ടു സർഫസ് മിസൈലാണ് രുദ്ര M എന്ന് പറയുന്നത്. ഇതൊരു മിസൈലാണ് രുദ്ര M2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും ഓർത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കി അതിൻ്റെ ആ ഒരു ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കുക രുദ്ര M. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. പുതിയ മുഖ്യമന്ത്രിമാരാണ്. ഇത് ജൂണിലെ വിവരമാണ്, ഞാൻ പറഞ്ഞു. 2024 ജൂണിലെ വിവരമാണ്. നോക്കുക, പുതിയ മുഖ്യമന്ത്രിമാരാരൊക്കെയാണെന്ന് നോക്കുക. മോഹൻ ചരൺ മാജി ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം അല്ലെ. നോക്കുക, മോഹൻ ചരൺ മാജി ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ്. അതേപോലെ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൻ്റെതാണ്. അത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ഇവർ രണ്ടുപേരെയും നോട്ട് ചെയ്യണം. എന്താണ്? മോഹൻ ചരൺ മാജിയാണ് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ഒരു പോയിന്റ് നോക്കുക. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്ത കരസേനാ മേധാവി ഓൾറെഡി ആയി അല്ലെ. കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു. ഇത് ഓർത്തിരിക്കുക, ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇദ്ദേഹമാണ് നിലവിലെ കരസേനാ മേധാവി. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രമാണ് കൈമിറ. ഇതൊന്ന് നോട്ട് ചെയ്തോളുക. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ചിത്രത്തിന്റെ പേരാണ് കൈമിറ. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക് രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു അല്ലെ. DK ദിനേശ് കാർത്തിക്
അപ്പോൾ ദിനേശ് കാർത്തിക് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാണ്, ബാറ്ററാണ്. ദിനേശ് കാർത്തിക് രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ശരിക്കും നമ്മുടെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് അതിൽ ഒത്തിരി ക്ലാസ് ഉണ്ട്, കാണാവുന്നതാണ്. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്ത് നാസയുടെ ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൽ, ഇതൊന്ന് നോട്ട് ചെയ്യണം, നാസയുടേതാണ് ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ്, അതും ഒരു നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത്. അപ്പൊ എന്താണ്, ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്, അത് നമുക്കറിയാം അല്ലെ. ആ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്ത് പോയിരിക്കുകയാണ് നാസയുടെ ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൽ. ഏതാണ്, നാസയുടെ ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളത്. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലെ. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ്. ക്ലോഡിയ ഷെയ്ൻബോം സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ. അപ്പോൾ എവിടുത്തെയാണ്, മെക്സിക്കോയുടേതാണ്. രാജ്യം നോക്കുക, മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ആര്, ക്ലോഡിയ ഷെൻബോം അല്ലെ. നിങ്ങളെ കാണുന്നുണ്ട്, ക്ലോഡിയ ഷെൻബോം. അപ്പൊ എന്താണ് പ്രത്യേകത, മെക്സിക്കോയ്ക്ക് 200 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡന്റ് വന്നിരിക്കുകയാണ് അല്ലെ. അവരുടെ പേരാണ് ക്ലോഡിയ ഷെൻബോം അല്ലെ, ക്ലോഡിയ ഷെൻബോം. കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ നിയമ പണ്ഡിത കാരിസിമ മാത്തൻ ടോറന്റോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായി. അപ്പൊ എന്താണ്, കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ നിയമ പണ്ഡിതയാണ് കാരിസിമ മാത്തൻ അല്ലെ. കാരിസിമ മാത്തൻ എന്താണ്, ടോറന്റോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിച്ച മണികർണിക മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നാടകത്തിന് 50,000 രൂപ പുരസ്കാരമായി ലഭിക്കും. അടുത്തത് ചൈനയുടെ ചാങ് E6, ഇതോ നോട്ട് ചെയ്യണം, ചാങ് E6 പേടകം ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യ രാജ്യമാകും ചൈന. അപ്പൊ അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. എന്താണ്, ചൈനയുടെ ചാങ് E6, അത് നോട്ട് ചെയ്യണം കേട്ടോ. എന്താണ് അതിന്റെ പേടകത്തിന്റെ പേര്, ചാങ് E6 എന്നാണ്. പേടകം ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യ രാജ്യമാകും ചൈന. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൺ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തി. ഒന്നുകൂടെ നോക്കുക, ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് അഗ്നികുൽ കോസ്മോസ് എന്ന് പറയുന്നത്. അവർ വികസിപ്പിച്ച വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൺ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തി. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചു അല്ലെ. ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിനാണ് അല്ലെ. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയതാരാണ്, കാർലോസ് അൽക്കാരസ് ആണ്. അതേപോലെ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാറ്റെക് ആണ്. അപ്പൊ നോക്കുക, ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിനും 2024 വനിതാ കിരീടം നേടിയത് ഇഗ സ്വിയാറ്റെക്കുമാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസിൽ യുഎസിന്റെ കൊക്കോ ഗാഫ് കാതറീന സിനിയാക്കോവ സഖ്യത്തിന് കിരീടം ലഭിച്ചു. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ വനിതാ ഡബിൾസിൽ ആരൊക്കെയാണ്, വനിതാ ഡബിൾസിൽ യുഎസിന്റെ കൊക്കോ ഗാഫും കാതറീന സിനിയാക്കോവയും സഖ്യത്തിനാണ് കിരീടം ലഭിച്ചിട്ടുള്ളത്. മെക്സിക്കോയിലാണ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത്. ഈ പക്ഷിപ്പനിയുടെ ഒരു വകഭേദമാണ് H5N2 അല്ലെ. അപ്പൊ മെക്സിക്കോയിൽ ഒരു പക്ഷിപ്പനി ബാധിച്ച് ഒരു ആദ്യ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പക്ഷിപ്പനിയുടെ വകഭേദം ഏതാണ്, H5N2. വിഖ്യാത സരോദുവാദകൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി. ജി അരവിന്ദന്റെ കാഞ്ചന സീത, ഒരിടത്ത്, പോക്കുവയിൽ, MDയുടെ കടവ് തുടങ്ങിയ ലോകശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് താരാനാഥ് ആയിരുന്നു അല്ലെ. അപ്പൊ എന്താണ്, വിഖ്യാത സരോദുവാദകൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി. ജി അരവിന്ദന്റെ കാഞ്ചന സീത, ഒരിടത്ത്, പോക്കുവയില്, MDയുടെ കടവ് തുടങ്ങിയ ലോകശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് താരാനാഥ് ആയിരുന്നു.
രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയ പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞൻ അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു. അല്ലെ, എന്താണ്? രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയ പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞനാണ് അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു. തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയും പത്നിയും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപ്പൊ എന്താണ്? തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവി, അല്ലെ, മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയും പത്നിയും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ റാമോജി റാവു അന്തരിച്ചു. അല്ലെ, റാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ റാമോജി റാവു അന്തരിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ പ്ലേലിസ്റ്റ് PSC ബുള്ളറ്റിൻ CA 2024 എന്നുള്ള പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ ഒത്തിരി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്